ഹലോ ഗൈസ്, സോ പ്ലസ് വണ്ണിലെ എല്ലാ കുട്ടികളും കുറച്ചുകൂടെ എനർജറ്റൈസ്ഡ് ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ സുവോളജിയുടെ ക്ലാസ്സസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സയൻഷ്യ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇപ്പോൾ നമ്മളുടെ സുവോളജി ഫോക്കസ് ഏരിയയിൽ ഓരോ ടോപ്പിക്സ് ആയിട്ട് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫിസിയോളജി ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. അതിൽ വൺ ഓഫ് ദ മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഇതും നമ്മൾ 2 സെഷൻസ് ആയിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ആ ഫോക്കസ് ഏരിയയിലെ ടോപ്പിക്സ് മാത്രമായിരിക്കും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം വി ആർ മൂവിങ് ഓൺ ടു ദാറ്റ് ചാപ്റ്റർ. Breathing and exchange of gases. Definitely you know that it is dealing with our respiratory system, അല്ലേ? നമ്മുടെ respiratory system ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് നമ്മുടെ respiratory system will be starting with our nostrils. Okay, ഇതാണ് നമ്മുടെ മൂക്കെങ്കിൽ look, this is think that this is our nose. ഇതാണ് നമ്മുടെ nose എങ്കിൽ അതിലെ മൂക്കിലുള്ള ദ്വാരങ്ങൾ ഉണ്ടല്ലോ, those holes, those are called as nostrils. ഇതിനെയാണ് നമ്മൾ nostrils എന്ന് വിളിക്കുക. nostrils. ഈ ഒരു ചേംബർ, അതായത് എയർ എൻറ്റർ ചെയ്യുന്ന ആ ഒരു ചേംബറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നേസൽ ചേംബർ. ഓക്കെ, നേസൽ ചേംബർ. ആ നേസൽ ചേംബറിലായിരിക്കും എന്തുണ്ടാവുക? ഹെയർസ് ഉണ്ടാവും, ചെറിയ ചെറിയ ഫൈൻ ഹെയർസ് ഉണ്ടാവും, പിന്നെ വാക്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗം. ദിസ് ഇസ് കോൾഡ് ആസ് അവർ നേസൽ ചേംബർ. ഇത് നമ്മുടെ നോസ്ട്രിൽസ്. അത് കഴിഞ്ഞ് നമ്മളുടെ ഈ പറയുന്ന നേസൽ ചേംബറിൽ നിന്ന് എങ്ങോട്ടെത്തും? ഫാരിങ്സിലോട്ട് എത്തും. Okay, നമ്മുടെ respiratory system will be joining pharynx. What is pharynx? Pharynx is a common passage for both air and food. നമ്മൾ ഡൈജഷൻ എടുത്തപ്പോഴും പറഞ്ഞു എയറിനും ഫുഡിനും ഉള്ള ഒരു കോമൺ പാസേജ് ആണ് ഫാരിങ്സ്. ഓക്കെ, ഇവിടെ കാണുന്നത് ഫാരിങ്സിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഫാരിങ്സിന്റെ ഒരു ഭാഗമാണ് കാണുന്നത്. ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് നേസോഫാരിങ്സ്. ആ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് നേസോഫാരിങ്സ്. What is nasopharynx? Nasopharynx is a part of pharynx which is associated with respiratory system. Pharynx എന്ന് പറഞ്ഞാൽ it is a common passage for both food and air. ആ pharynxന് ആക്ച്വലി 3 പാർട്ട് ഉണ്ട്. ആ 3 പാർട്ടും നിങ്ങൾ പഠിക്കേണ്ട. അതിന്റെ ഒരു പാർട്ടായിട്ടുള്ള nasopharynx ആണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം യു ക്യാൻ സീ ലാരിങ്സ്, റൈറ്റ്? ദിസ് ഇസ് ലാരിങ്സ്. ഈ ലാരിങ്സ് എന്ന് പറയുന്നത് വോയിസ് ബോക്സ് ആണ്. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ വോക്കൽ കോഡ് ഒക്കെ ഇരിക്കുന്നത്. നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് ലാരിങ്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് വോക്കൽ കോഡ്സ് വിച്ച് ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ വോയിസ് ബോക്സിനെ പറയുന്ന പേരാണ് ലാരിങ്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് വോക്കൽ കോഡ്. ഈ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് വി ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് വാട്ട്? സൗണ്ട്. ഈ ലാരിങ്സിനെ നമ്മൾ ഗ്ലോട്ടിസ് എന്നും വിളിക്കും കേട്ടോ, ഗ്ലോട്ടിസ്. ഓക്കെ, ആ ഗ്ലോട്ടിസിലോട്ട് നിങ്ങൾക്ക് അറിയാം ഫുഡ് പോകാൻ പാടില്ല. ഫുഡ് പോകാൻ പാടില്ല. ആ ഫുഡ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്ലോട്ടിസിന് ഒരു കവറിങ് കാണും. ഓക്കെ, ഒരു ഫ്ലാപ്പ്, ഒരു കാർട്ടിലേജിനിയസ് ഫ്ലാപ്പ് കാണും വിച്ച് കവേഴ്സ് ദിസ് ഗ്ലോട്ടിസ്. ഈ ഗ്ലോട്ടിസ് ആകുന്ന ഈ ഓരോ ഓട്ടം, ദാറ്റ് ഇസ് ലാരിങ്സിന്റെ ആ ഒരു ഓപ്പണിങ്ങിനെ കവർ ചെയ്യാനായിട്ട് there will be a cartilaginous flap and that cartilaginous flap is called as epiglottis. ഗ്ലോട്ടിസിന്റെ മുകളിൽ, അതായത് ലാരിങ്സിന്റെ മുകളിലുള്ള ആ കവറിങ്. എപ്പി മീൻസ് above. ഓക്കെ, എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് കാണാൻ പറ്റും. അടിയിൽ എന്താണ്? ലാരിങ്സ്. ലാരിങ്സിന്റെ ഉള്ളിലോട്ട് ഫുഡ് വരുമ്പോഴാണ് പെട്ടെന്ന് ഹിക്കപ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഫുഡ് നെറിയിട്ട് കയറാന്നൊക്കെ നമ്മൾ പറയും, റൈറ്റ്, ഇൻ കോമൺ ലാംഗ്വേജ്. സോ അത് കഴിഞ്ഞാൽ യു ക്യാൻ സീ കാർട്ടിലേജിനിയസ് റിങ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള വേറൊരു ട്യൂബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് എന്ത്? ട്രക്കിയ എന്ന് പറയുന്നത്. ട്രക്കിയ. ട്രക്കിയ ഇസ് ദ വാട്ട്? ട്രക്കിയ ഇസ് the cartilaginous rings arrange ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ട്യൂബാണ് ഈ ട്രക്കിയ എന്ന് പറയുന്നത്. ട്രക്കിയ through which air passes. അത്ര മാത്രം അറിഞ്ഞാൽ മതി. കാർട്ടിലേജിനസ് റിങ്സ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ട്യൂബാണ്. അതിനുശേഷം യു ക്യാൻ സീ these are the branches of that trachea that is called as bronchus. നമ്മുടെ 2 ലങ്സിലോട്ടും ഈ ബ്രോങ്കസ് ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റും, ബ്രാഞ്ച് ചെയ്യുന്ന പോകുന്ന കാണാൻ പറ്റും. ദാറ്റ് ഇസ് ബ്രോങ്കസ്. ബ്രോങ്കസിന്റെ പ്ലൂറൽ എന്താ? ബ്രോങ്കൈ. ബ്രോങ്കൈ. ഓക്കെ, ഈ ബ്രോങ്കൈ എന്ത് ചെയ്യും? നമ്മുടെ മരം, ഓക്കെ, ഒരു മരം എങ്ങനെയാണോ ബ്രാഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്രോങ്കൈ ഇങ്ങനെ ബ്രാഞ്ച് ചെയ്യും. ആൻഡ് ദോസ് സിംഗിൾ ബ്രാഞ്ചസ് ആർ കോൾഡ് as bronchioles. ആ ഓരോ ബ്രാഞ്ചിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ്
ബ്രോങ്കിയോൾസ്. ഓക്കെ, ആദ്യത്തെ ബ്രാഞ്ചിനെ നമ്മൾ പ്രൈമറി ബ്രോങ്കിയോൾ എന്ന് വിളിക്കുകയാണെങ്കിൽ പിന്നെ അതിന്ന് വരുന്ന ബ്രാഞ്ചിനെ നമ്മൾ എന്ത് പറയും? സെക്കൻഡറി ബ്രോങ്കിയോൾ എന്ന് പറയും. പിന്നെ അതിന്ന് വീണ്ടും വരുന്ന ബ്രാഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കും? ടെർഷ്യറി ബ്രോങ്കിയോൾ എന്ന് വിളിക്കും. അവസാനം ഒരു ടെർമിനൽ ബ്രോങ്കിയോൾ ഉണ്ടാവും. ആ ടെർമിനൽ ബ്രോങ്കിയോളിന്റെ അറ്റത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ബലൂൺ ലൈക്ക് ആയിട്ടുള്ള കുറെ സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഇതേപോലെ ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ദോസ് ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് എസ്, അല്ലെങ്കിൽ സാക്ക് ലൈക്ക് സ്ട്രക്ചർ, ചാക്ക് പോലത്തെ സ്ട്രക്ചേഴ്സ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽവിയോളൈ. ഓക്കെ, ബ്രോങ്കസ് ആയിട്ട് നമ്മുടെ രണ്ട് ലങ്സിലോട്ടും ഡിവൈഡ് ചെയ്ത് പോയതിനു ശേഷം അത് വീണ്ടും ബ്രാഞ്ച് ചെയ്യും. അതിനെ നമ്മൾ ബ്രോങ്കിയോൾസ് വിളിക്കും. ഈ ബ്രോങ്കിയോൾ വീണ്ടും ബ്രാഞ്ച് ചെയ്യുമ്പോൾ പ്രൈമറി ബ്രോങ്കിയോൾ, സെക്കൻഡറി ബ്രോങ്കിയോൾ, ടെർഷ്യറി ബ്രോങ്കിയോൾ അങ്ങനെ പേരിട്ട് വിളിക്കും. ആൻഡ് ഏറ്റവും അറ്റത്തുള്ളത് ടെർമിനൽ ബ്രോങ്കിയോൾ ആണ്. അതിന്റെ അറ്റത്ത് ഒരു ഡൈലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോൾ ലൈക്ക് അല്ലെങ്കിൽ ബലൂൺ ലൈക്ക് അല്ലെങ്കിൽ നമുക്ക് സാക്ക് ലൈക്ക് എന്നൊക്കെ പറയാം, ചാക്ക് പോലത്തെ സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ദോസ് ആർ കോൾഡ് as alveoli, through which actual exchange of gases is occurring. അതായത് ഈ ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ ആൽവിയോളൈ വഴിയാണ്. ഓക്കെ, ഈ കണ്ടോ, ഈ ആൽവിയോളൈ വഴിയാണ് എന്ത് നടക്കുന്നത്? ഗേഷ്യസ് എക്സ്ചേഞ്ചസ് ഒക്കറിങ്. ഓക്കെ, ഇനി നമ്മളുടെ ലങ്സ് എടുക്കുവാണ്. ദിസ് ഈസ് അവർ ലങ്സ്, റൈറ്റ്? ഇതാണ് നമ്മുടെ ലങ്സ്. നമ്മൾ ഹാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ, ഇത് ഞാൻ ഒരു ലങ് വരയ്ക്കുവാണെങ്കിൽ നമ്മൾ ഹാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ ലങ്സിലും എന്തുണ്ട്? രണ്ട് മെംബ്രെയിൻ ഉണ്ട്. അവർ ലങ്സ് ഇസ് കവേർഡ് വിത്ത് 2 membranes. രണ്ട് മെംബ്രെയിൻസ്. ഹാർട്ടിലും രണ്ട് മെംബ്രെയിൻ ഉണ്ടായിരുന്നു, അതിന്റെ പേരായിരുന്നു പെരികാർഡിയം. ഇവിടെ ലങ്സിലുള്ള മെംബ്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു പ്ലൂറ. ഓക്കെ, അവിടെ പെരികാർഡിയായിരുന്നു. പെരികാർഡിയത്തിന്റെ ഇടയിൽ പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ടായിരുന്ന പോലെ തന്നെ ഇവിടെ ലങ്സിന്റെ ഇടയിലും എന്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും? പ്ലൂറൽ ഫ്ലൂയിഡ് കാണാൻ പറ്റും. പ്ലൂറൽ ഫ്ലൂയിഡ് യു ക്യാൻ സി. ഓക്കെ, പ്ലൂറൽ ഫ്ലൂയിഡ് എന്താ ഫംഗ്ഷൻ? ഫ്രിക്ഷൻ കുറയ്ക്കുക, ലൂബ്രിക്കേഷൻ. നമ്മളുടെ പെരികാർഡിയൽ ഫ്ലൂയിഡ് പറഞ്ഞ പോലെ അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെയുള്ളത്, ലങ്സിലും ഉള്ളത്. ഇറ്റ് ഈസ് ഓൾസോ മെയ്ഡ് ബൈ ഡബിൾ മെംബ്രെയിൻ കോൾഡ് as പ്ലൂറ. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ലങ്സിന്റെ ഇടയിലാണ് ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിയിലായിട്ട് യു ക്യാൻ സി എ മസ്കുലർ ഫ്ലാപ്പ്, അല്ലെങ്കിൽ ഒരു മസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ഡോം ഷേപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റാ ഷേപ്പിലുള്ള ഒരു മസിൽ കാണാൻ പറ്റും. ഈ മസിലാണ് നമുക്ക് എയർ ഉള്ളിലോട്ട് എടുക്കാനും താഴോട്ട് കളയാനൊക്കെ ആയിട്ട്, ഓക്കെ, പുറത്തോട്ട് ശ്വാസം കളയാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസിലാണ് ഈ കാണുന്നത്. ഇറ്റ് ഈസ് ഒരു റാ ഷേപ്പിൽ അല്ലെങ്കിൽ ഡോം ഷേപ്പിൽ ഇരിക്കുന്ന മസിലാണ്. ദാറ്റ് ഈസ് കോൾഡ് as ഡയഫ്രം. നിങ്ങൾ ആനിമൽ കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഡയഫ്രം ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മാമൽ. ഓക്കെ, ഡയഫ്രം എന്ന് പറയുന്നത് മാമൽസിൽ കാണുന്ന ഒരു ഫ്ലാപ്പ് ഓഫ് മസിൽ ആണ്, വിച്ച് ഇസ് പ്രസന്റ് ബിനീത് ദ ലങ്സ്. ലങ്സിന്റെ അടിയിൽ കാണുന്ന ഒരു റാ ഷേപ്പിലുള്ള മസിൽ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പറയാനുള്ളത്? റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റെസ്പിറേറ്ററി സ്ട്രക്ചറിൽ നിങ്ങൾ മെയിൻ ആയിട്ട് എപ്പിഗ്ലോട്ടിസ് ഓർത്ത് വെക്കുക, ട്രക്കിയ ഓർത്ത് വെക്കുക, ബ്രോങ്കസ്, ബ്രോങ്കിയോൾസിന്റെ ബ്രാഞ്ചസ് ഓർത്ത് വെക്കുക. ആൻഡ് ഇറ്റ് ടെർമിനേറ്റ്സ് ഇൻ ആൽവിയോളൈ വേർ ആക്ച്വൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കേഴ്സ്. അതേപോലെ തന്നെ ലങ് കവറിംഗ് എന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്ലൂറ. ഇറ്റ് ഈസ് ഓൾസോ എ ഡബിൾ മെംബ്രെയിൻ കവറിംഗ് inside which you can see a fluid called as pleural fluid. And ഈ ലങ്സിന്റെ beneath ആയിട്ട് you can see a dome shaped muscular flap which is called as diaphragm, which helps in inspiration as well as expiration. ഈ ഇൻസ്പിറേഷൻ എന്താ, എക്സ്പിറേഷൻ എന്താ? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എയറിന് ഉള്ളിലോട്ട് എടുക്കുന്നതിന് ഇൻസ്പിറേഷൻ എന്ന് പറയും. ഇൻസ്പിറേഷൻ. എക്സ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ഹലേഷൻ എന്നൊക്കെ ഉള്ളതിന്റെ വേറെ ടേം ആണ്. ദാറ്റ് ഇസ് ബ്രീത്തിങ് ഔട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്. അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പിറേഷൻ. നമ്മൾ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത സെഷനിൽ പറയും. ഇനി നമുക്ക് പറയാനുള്ള ടോപ്പിക് എന്താണ് ആക്ച്വലി നടക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. ദാറ്റ് ഇസ് സ്റ്റെപ്സ് ഇൻ ബ്രീത്തിങ്. സ്റ്റെപ്സ് ഇൻ ബ്രീത്തിങ്ങിൽ ആക്ച്വലി ഫസ്റ്റ് നടക്കുന്നത് ദർ ഇസ് ഒരു പൾമനറി വെന്റിലേഷൻ നടക്കും. അതായത് എന്താ നടക്കുന്നത്? എയർ നമ്മളുടെ നോസ്ട്രിൽസ് വഴി ഉള്ളിലോട്ട് കയറും. ദാറ്റ് ഇസ് വി ആർ ബ്രീത്തിങ് ഇൻ ഓക്സിജൻ ആൻഡ് വി ആർ ബ്രീത്തിങ് ഔട്ട് കാർബൺ ഡയോക്സൈഡ്, റൈറ്റ്? അതാണ് നടക്കുന്നത്. നമ്മുടെ നോസ്ട്രിൽസ് വഴി, നേസൽ ചേംബർ വഴി, ട്രക്കിയ വഴി, ബ്രോങ്കസ് വഴി, ബ്രോങ്കിയോൾസ് വഴി എങ്ങോട്ടെത്തും? ആൽവിയോളയുടെ ഉള്ളിൽ ആരെത്തും? ഓക്സിജൻ എത്തും. ഓക്സിജൻ എത്തിക്കഴിഞ്ഞാൽ ഈ ആൽവിയോളയിൽ വെച്ച് ഇതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ കിടക്കാണ്. പുറത്ത് ടിഷ്യൂസിൽ അല്ലെങ്കിൽ പുറത്തുള്ള ഈ കാപ്പിലറിയിലൊക്കെ എന്തായിരിക്കുന്നത്? കാർബൺ ഡയോക്സൈഡ് ആണുള്ളത്. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് തിരിച്ച് ആൽവിയോളയിലോട്ട് പോവും. ആൽവിയോളയിൽ നിന്നുള്ള ഓക്സിജൻ എങ്ങോട്ട് പോവും? കാപ്പിലറിയിലോട്ട് പോവും. അങ്ങനെയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഈ കാർബൺ ഡയോക്സൈഡ് ആൽവിയോളയിൽ എത്തിക്കഴിഞ്ഞാൽ ആൽവിയോളൈ വഴി പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും?
എക്സ്ഹെയിൽ ചെയ്യും, പുറത്തോട്ട് കളയും. ദാറ്റ് ഇസ് കോൾഡ് എസ് എക്സ്പിരേഷൻ. ഇനി ഈ ഓക്സിജനെ ഈ കാപ്പിലറീസ് വഴി ആർട്ടറീസ് വഴി ഒക്കെ എങ്ങോട്ട് പോവും? നമ്മുടെ ടിഷ്യൂസിലോട്ടൊക്കെ പോവും. ടിഷ്യൂസിലോട്ടൊക്കെ ഈ ആർട്ടറീസ് സപ്ലൈ ചെയ്യാൻ തുടങ്ങും. RBC വഴി ഇത് സപ്ലൈ ചെയ്യും. ഓക്കെ, സപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടിഷ്യൂസിലുള്ള ഓരോ സെല്ല് ഉണ്ടാവുമല്ലോ, ഈ സെല്ലിന്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്? ഗ്ലൂക്കോസ് ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പൊ ഈ ഗ്ലൂക്കോസ് ഈ ഓക്സിജനെ സ്വീകരിച്ചുകൊണ്ട് ഈ ഗ്ലൂക്കോസ് വിൽ ഗെറ്റ് ഓക്സിഡൈസ്. ഓക്കെ, ദിസ് ഗ്ലൂക്കോസ് വിൽ ഗെറ്റ് ഓക്സിഡൈസ് ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് വാട്ട്? എനർജി. ഈ ഗ്ലൂക്കോസിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എനർജി ഇൻ ദ ഫോം ഓഫ് വാട്ട്? ATP. ATPയുടെ ഫോമില് ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് എനർജി. എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇന്റേണൽ റെസ്പിറേഷൻ അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വിളിക്കുക. അതിനെയാണ് ഇന്റേണൽ റെസ്പിറേഷൻ അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വിളിക്കുക. സോ നോസ്ട്രിൽസ് വഴി എയർ കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നേസൽ ചേംബർ, അതുപോലെ തന്നെ നമ്മുടെ ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കസ്, ബ്രോങ്കിയോൾസ്, അത് കഴിഞ്ഞ് ആൽവിയോളൈ വരെ നമ്മുടെ ഓക്സിജൻ എത്തിക്കഴിഞ്ഞാൽ ഈ ഓക്സിജൻ വിൽ ഗെറ്റ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ കാപ്പിലറീസ് ആൻഡ് കാപ്പിലറീസ് നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് വിൽ ഗെറ്റ് എൻറ്റേർഡ് ഇൻ ടു ദ ആൽവിയോളൈ. ഈ കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തോട്ട് കളയും. കാപ്പിലറീസ് വഴി ആർട്ടറീസിലോട്ട് എന്ത് പോവും? ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് പോവും. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ടിഷ്യൂസിൽ എത്തിക്കഴിഞ്ഞാൽ ടിഷ്യൂസിലെ ഓരോ സെല്ലിലെയും ഗ്ലൂക്കോസിനെ കത്തിക്കും. ദാറ്റ് ഈസ് ബേണിംഗ് ആണ് നടക്കുന്നത്. ഓക്സിജൻ യൂസ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഇസ് ഗെറ്റിംഗ് ബേൺഡ് ഓഫ്. ഗ്ലൂക്കോസിനെ ബേൺ ചെയ്തിട്ട് എന്തുണ്ടാക്കും? എനർജി ഉണ്ടാക്കും ഇൻ ദ ഫോം ഓഫ് ATP. ഇതാണ് സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. യു ഷുഡ് നോ വാട്ട് ഇസ് ബേസിക്കലി ഹാപ്പനിങ് ഇൻ റെസ്പിറേഷൻ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എന്താണെന്ന് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, ദർ ഇസ് എൻ എക്സ്റ്റേണൽ റെസ്പിറേഷൻ, ദാറ്റ് ഇസ് നമ്മൾ ബ്രീത്തിങ് ഇൻ ഓഫ് എയർ ആൻഡ് ബ്രീത്തിങ് ഔട്ട് ഓഫ് എയർ. ഇന്റേണൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിന്റെ ഉള്ളിൽ ഗ്ലൂക്കോസിനെ കത്തിക്കുന്നതിനെയാണ് ഇന്റേണൽ റെസ്പിറേഷൻ അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയാം. And breathing involves two processes. We had already told that inspiration, that is taking in of air, is called as inspiration. Expiration means what? Breathing out of carbon dioxide rich air, that is called as expiration. ഇങ്ങനെ രണ്ട് പ്രോസസ് അടങ്ങിയതാണ് നമ്മുടെ എന്ത്? നമ്മുടെ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഐ വിൽ ഷോ വൺസ് മോർ. അതായത് നമ്മുടെ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ രണ്ട് പ്രോസസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. വൺ ഇസ് inspiration, the other one is expiration. Inspiration is taking in of oxygen rich air. പുറത്തോട്ട് കാർബൺ ഡയോക്സൈഡ് റിച്ച് എയറിനെ കളയുന്നതിന് പറയുന്ന പേരാണ് എക്സ്പിരേഷൻ. ഇൻസ്പിരേഷന്റെ സമയത്ത് ചില മസിൽസ് ഇൻവോൾവ് ആണ്. ഒരു മസിലിന്റെ കാര്യം നമ്മൾ സ്ട്രക്ചർ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ദാറ്റ് ഇസ് ഡയഫ്രം. ഈ കാണുന്ന ഡയഫ്രം. അടുത്ത മസിൽ പറയാനാണെങ്കിൽ ദാറ്റ് ഈസ് നമ്മളുടെ റിബ് കേജ് ഉണ്ടല്ലോ. അതായത് ലങ്സിനെ കവർ ചെയ്ത് നമ്മുടെ റിബ് കേജ് ഉണ്ട്. ഇവിടെ നമ്മുടെ ലങ്സ് ഉണ്ടെങ്കിൽ ലങ്സിനെ കവർ ചെയ്തിട്ട് ഒരു റിബ് കേജ് ഉണ്ട് എന്ന് യൂനോ. ഓക്കെ, ഈ റിബ് കേജ് എടുക്കുകയാണെങ്കിൽ ഈ റിബ്സിന്റെ പുറത്ത് ഈ റിബ്സിനെ അറ്റാച്ച് ചെയ്യാനായിട്ട് ചില മസിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഇങ്ങനെയാണ് റിബ്സ് ഇരിക്കുന്നത് വെച്ചാൽ ഈ റിബ്സിന്റെ പുറം ഭാഗം അറ്റാച്ച് ചെയ്യുന്ന മസിൽസും ഉണ്ടാവും, റിബ്സിന്റെ അകംഭാഗം അറ്റാച്ച് ചെയ്യാനായിട്ടും കുറച്ച് മസിൽസ് ഉണ്ടാവും. പുറത്ത് റിബ്സിനെ അറ്റാച്ച് ചെയ്യുന്ന മസിൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. ഇന്റർകോസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റൽ ഇസ് സംതിങ് റിലേറ്റഡ് ടു റിബ്സ്. കോസ്റ്റൽ എന്ന് പറഞ്ഞാൽ റിബ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ്. ഇന്റർകോസ്റ്റൽ രണ്ട് റിബ്സിന് ഇടയിലുള്ള മസിൽസ്. അത് പുറത്ത് കാണുന്നതിനെ നമ്മൾ എക്സ്റ്റേണൽ എന്ന് വിളിക്കും, ഉള്ളിൽ കാണുന്നതിനെ നമ്മൾ ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് വിളിക്കും. ഓക്കെ, സോ രണ്ട് മസിൽസ് ആണ്, അതായത് ആക്ച്വലി 3 മസിൽസ്. വൺ ഇസ് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ, പിന്നെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ആൻഡ് ഡയഫ്രം. ഇത്ര മസിൽസ് ആണ് നമ്മുടെ റെസ്പിറേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഇൻസ്പിരേഷന്റെ കഥ പറയാൻ പോവാണ് കേട്ടോ. ഇൻസ്പിരേഷനിൽ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലങ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലങ്സ്. നമ്മുടെ റിബ് കേജ് ഉണ്ട്, നമ്മൾ എയറിന് ഉള്ളിലോട്ട് എടുക്കുകയാണ്. വി ആർ ബ്രീത്തിങ് ഇൻ. ഓക്കെ, നമ്മൾ ഉള്ളിലോട്ട് എയറിന് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മൈ റിബ് കേജ് ഈസ് റൈസിങ് അപ്വേർഡ്സ്, റൈറ്റ്? എൻ്റെ റിബ് കേജ് മുകളിലോട്ട് റൈസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ റിബ് കേജ് മുകളിലോട്ട് റൈസ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ദാറ്റ് ഈ നോർമലി ഡോം ഷേപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ റാ ഷേപ്ഡ് ആയിട്ടുള്ള ഡയഫ്രം ഇങ്ങനെ ഫ്ലാറ്റൻഡ് ആവും. ഇങ്ങനെ റാ ഷേപ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ഡയഫ്രം കൺട്രാക്ട് ചെയ്തിട്ട് ചുരുങ്ങിയിട്ട് ഇങ്ങനെ ഫ്ലാറ്റൻഡ് ആവും, വലിയും. ഇറ്റ് ബിക്കംസ് ഫ്ലാറ്റൻഡ്. അതേപോലെ തന്നെ റിബ്സിന്റെ പുറംഭാഗം അറ്റാച്ച് ചെയ്യുന്ന മസിൽസ് ഏതാ? എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ. ആ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ഇങ്ങനെ റിബ് കേജ് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ കൺട്രാക്ട്.
Okay, external intercostal muscles. External intercostal muscles contract. External intercostal muscles contract. Contracting. External intercostal muscles contract as well as diaphragm contract ചെയ്ത് flatten down, rib cage മുകളിലോട്ട് മൂവ് ചെയ്യും. ഇതൊക്കെ കാരണം റിബ് കേജിന്റെ വോളിയം ആൻട്രോപോസ്റ്റീരിയർലി ഇൻക്രീസ് ചെയ്യും ആസ് വെൽ ആസ് ഡോസോ വെൻട്രലി ഇൻക്രീസ് ചെയ്യും. ഡോസോ വെൻട്രലി വെച്ചാൽ ബാക്ക് ടു ഫ്രണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും ആൻഡ് അപ് ടു ഡൗൺ അതായത് ദാറ്റ് ഇസ് ആൻട്രോപോസ്റ്റീരിയർ ആക്സിസിൽ ഇങ്ങനെയും അപ് ടു ഡൗണും ഇൻക്രീസ് ചെയ്യും ആൻഡ് ഡോസോ വെൻട്രലി അതായത് ഫ്രണ്ട് ടു ബാക്ക് ഇങ്ങനെയും. മൊത്തത്തിൽ ലങ്സിന്റെ വോളിയം കൂടുന്ന അർത്ഥം. മൊത്തത്തിൽ ലങ്സിന്റെ വോളിയം കൂടാന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രഷർ കുറയും. വോളിയം കൂടിയാൽ പ്രഷർ കുറയും. പുറത്തപ്പോ പ്രഷർ കൂടുതലാണല്ലോ. പ്രഷർ കൂടുതലുള്ള ഭാഗത്ത് നിന്ന് പ്രഷർ കുറവുള്ള ഭാഗത്തോട്ട് ആര് കയറും? എയർ കയറും. ദാറ്റ് ഇസ് ഓക്സിജൻ വിൽ എൻറ്റർ. ഓക്സിജൻ റിച്ച് എയർ ഒന്നും അല്ല, മിക്സഡ് എയർ ആണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് മിക്സഡ് എയർ വിൽ എൻറ്റർ ദ ലങ്സ് ബിക്കോസ് ലങ്സിൽ വോളിയം കൂടുതലാണ്, പ്രഷർ കുറവാണ്. സോ എയർ എൻറ്റേഴ്സ് ഇൻ ടു ദ ലങ്സ്. ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ ഇൻസ്പിരേഷൻ. എക്സ്പിരേഷൻ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. എക്സ്പിരേഷന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത് ഒന്ന് പറഞ്ഞേ. എക്സ്പിരേഷന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നുണ്ടാവുക? എക്സ്പിരേഷന്റെ സമയത്ത് ഡയഫ്രം കൺട്രാക്ട് ചെയ്തിരിക്കുമായിരുന്നു ഇൻസ്പിരേഷന്റെ സമയത്ത്. ഇനി എക്സ്പിരേഷൻ ആണ്, ദാറ്റ് ഇസ് നമ്മൾ റിലാക്സ്ഡ് ആവാണ്. വി ആർ ബ്രീത്തിങ് ഔട്ട്. സോ റിലാക്സ്ഡ് പൊസിഷനിലോട്ട് വന്നു. ദാറ്റ് ഇസ് ഡയഫ്രം ആ റിലാക്സ്ഡ് സ്റ്റേറ്റിലോട്ട് വരും. അതായത് ആ നോർമൽ ഉണ്ടായിരുന്ന ആ റാ ഷേപ്ഡിലോട്ട്, that is dome shaped ആയിട്ട് തന്നെ തിരിച്ചു വരും. that is diaphragm gets relaxed and it returns back to its dome shaped position. ആ dome shaped positionലോട്ട് അത് തിരിച്ചു വരും. ഓക്കെ, അതേപോലെ റിബ് കേജ് നേരത്തെ മുകളിലോട്ട് മൂവ് ചെയ്യാ ചെയ്തേ എപ്പോ? ഇൻസ്പിരേഷന്റെ സമയത്ത്. ഇനി നമ്മൾ എക്സ്പയർ ചെയ്യാൻ പോവാണ്. എക്സ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ റിബ് കേജ് തിരിച്ച് അടിയിലോട്ട് വന്നു. നമ്മുടെ ഇൻസ്പിരേഷനിൽ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ് കൺട്രാക്ട് ചെയ്തത്. ഇൻസ്പിരേഷനിൽ ആരാ കൺട്രാക്ട് ചെയ്ത്? എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ. സോ ഇവിടെ ആരായിരിക്കും കൺട്രാക്ട് ചെയ്യുന്നുണ്ടാവുക? ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ആയിരിക്കും കൺട്രാക്ട് ചെയ്യുന്നുണ്ടാവുക. എക്സ്പിരേഷനിലാണ് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നത് കേട്ടോ. ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് വിൽ ബി കൺട്രാക്ടിങ് ഇൻ എക്സ്പിരേഷൻ. തെറ്റിക്കരുത്. ഇൻസ്പിരേഷനിൽ എക്സ്റ്റേണലും എക്സ്പിരേഷനിൽ ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസും ആണ് കൺട്രാക്ട് ചെയ്യുന്നത്. ഡയഫ്രം തിരിച്ച് ഡോം ഷേപ്ഡ് ആവുന്നു. ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു സോ ദാറ്റ് അവിടുത്തെ വോളിയം കുറയും. അവിടുത്തെ വോളിയം കുറയാൻ മീൻസ് അവിടുത്തെ പ്രഷർ കൂടി. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കൂടുതലുള്ള ഭാഗത്ത് നിന്ന് എയർ പുറത്തോട്ട് പോകും. ദാറ്റ് ഈസ് നമ്മുടെ ലങ്സ് നിന്നുള്ള എയർ ഒക്കെ പുറത്തോട്ട് പോകും. ദാറ്റ് റിസൾട്ട്സ് ഇൻ expiration. These are the two mechanisms. One is mechanism of inspiration. Mechanism of inspiration അറിയാമെങ്കിൽ തീർച്ചയായിട്ടും mechanism of expiration നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. I think this part is clear for you. That is mechanism of breathing. ഇനി നമ്മൾ ഈ സെഷനിൽ ഒരു ടോപ്പിക്കും കൂടെയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. That is two volumes. 2 വോളിയംസ്. ആക്ച്വലി ഒരുപാട് വോളിയംസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതിൽ നിങ്ങൾക്ക് അക്കോർഡിംഗ് ടു യുവർ ഫോക്കസ് ഏരിയ 2 വോളിയംസേ പഠിക്കാനുള്ളൂ. 2 റെസ്പിറേറ്ററി വോളിയംസേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ദാറ്റ് ഇസ് ഒന്ന് ടൈഡൽ വോളിയം ആൻഡ് ദി അതർ വൺ ഇസ് റെസിഡ്യുവൽ വോളിയം. ഓക്കെ, വാട്ട് ഇസ് ടൈഡൽ വോളിയം എന്നുള്ളത് നോക്കാം. ഈ വോളിയംസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? ഒരു സ്പൈറോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന വോളിയംസ് ഒക്കെ മെഷർ ചെയ്യുക. ഓക്കെ, വോളിയംസ് മെഷർ ചെയ്യാം. നമ്മൾ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യമായിരിക്കും ബ്രീത്ത് ചെയ്യുന്നുണ്ടാവുക? ഇറ്റ് ഇസ് 12 to 16 ടൈംസ്. വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. 12 to 16 ടൈംസ് ആയിരിക്കും നമ്മൾ ഒരു മിനിറ്റിൽ ബ്രീത്ത് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് സ്പൈറോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് ഈ റെസ്പിറേറ്ററി വോളിയത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ടൈഡൽ വോളിയം, റെസിഡ്യുവൽ വോളിയം. ടൈഡൽ വോളിയം ഇസ് നത്തിങ് ബട്ട് നമ്മുടെ നോർമൽ റെസ്പിറേഷന്റെ സമയത്ത് നമ്മൾ എത്ര എയർ ഉള്ളിലോട്ട് എടുക്കുന്നു, അഥവാ നമ്മൾ നോർമൽ റെസ്പിറേഷന്റെ സമയത്ത് നമ്മൾ എത്ര എയർ പുറത്തോട്ട് കളയുന്നു. ഓക്കെ, ഡ്യൂറിങ് നോർമൽ റെസ്പിറേഷൻ ഹൗ മച്ച് ഓഫ് എയർ ഡു യു ടേക്ക് ഇൻസൈഡ്? ഓക്കെ, ഹൗ മച്ച് എയർ നിങ്ങൾ ഉള്ളിലോട്ട് എടുക്കും, അഥവാ നിങ്ങൾ എത്ര എയർ പുറത്തോട്ട് കളയും, അതിനെ പറയുന്ന പേരാണ് ടൈഡൽ വോളിയം. ആൻഡ് ഇറ്റ് മെഷേഴ്സ് അബൌട്ട് 500 ml. 500 ml. ഞാൻ നോർമലി ഉള്ളിലോട്ട് 500 ml എടുക്കും. നോർമലി പുറത്തോട്ട് എത്ര ml കളയും?
500 ml കളയും. ഓക്കെ, നോർമൽ ബ്രീത്തിങ്ങിന്റെ സമയത്ത് ഞാൻ എത്ര എയർ ഉള്ളിലോട്ട് എടുക്കുന്നോ അല്ലെങ്കിൽ എത്ര എയർ പുറത്തോട്ട് കളയുന്നോ അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ടൈഡൽ വോളിയം. അത് ഒരു മിനിറ്റിലെ കഥ പറയുവാണെങ്കിൽ, ഒരു മിനിറ്റിലെ കാര്യം പറയുവാണെങ്കിൽ ഇറ്റ് അക്കൗണ്ട്സ് ടു അബൌട്ട് 6000 to 8000 ml per minute. ഒരു മിനിറ്റിലൊക്കെ നമ്മൾ കണക്ക് പറയുവാണെങ്കിൽ ഇറ്റ് അക്കൗണ്ട്സ് ടു അബൌട്ട് 6000 to 8000 ml per minute. ഇനി നമ്മൾ റെസിഡ്യുവൽ വോളിയത്തിന്റെ കാര്യമാണ് പറയുന്നത്. റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സംതിങ് ലെഫ്റ്റ് ബിഹൈൻഡ്, എന്തെങ്കിലും ലെഫ്റ്റ് ബിഹൈൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റെസിഡ്യൂ എന്ന് പറയാം. സോ വാട്ട് ഈസ് റെസിഡ്യുവൽ വോളിയം? നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്തിട്ട് എയറിനെ പുറത്തോട്ട് കളയാൻ ശ്രമിച്ചാലും എന്ന് പറഞ്ഞ് നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്തിട്ട് എയറിനെ പുറത്തോട്ട് കളയാൻ ശ്രമിച്ചാലും there will be certain volume of air which remains in the lungs even after forcible expiration. ഞാൻ എത്ര ഫോഴ്സ് കൊടുത്ത് എക്സ്പയർ ചെയ്യാൻ ശ്രമിച്ചാലും എക്സ്ഹേൽ ചെയ്യാൻ ശ്രമിച്ചാലും there will be certain volume of air that remains in the lungs as such. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് residual volume and it approximates about what? 1100 to 1200 ml. 1100 തൊട്ട് 1200 ml വരെ വരും. നിങ്ങൾക്ക് ആകെ 2 വോളിയെ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഷുവർ ആയിട്ടും ആ വാല്യൂസ് അടക്കം പഠിച്ചു വെക്കുക. വാട്ട് ഈസ് ഇറ്റ്സ് ഡെഫിനിഷൻ? ഡെഫിനിഷൻ ഒന്നുമില്ല, മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഒന്ന്, എത്ര ഫോഴ്സ് കൊടുത്താലും പുറത്തു പോവാത്ത എയർ, ലങ്സിൽ പുറത്തു പോവാത്ത എയറിനെ നമ്മൾ റെസിഡ്യുവൽ വോളിയം എന്ന് പറയും. നോർമൽ ബ്രീത്തിങ്ങിന്റെ സമയത്ത് നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്നതോ പുറത്തോട്ട് കളയുന്നതോ ആയിട്ടുള്ള എയറിന്റെ വോളിയത്തിനെ നമ്മൾ ടൈഡൽ വോളിയം എന്ന് വിളിക്കും. ടൈഡൽ വോളിയം 500 ml ഉം റെസിഡ്യുവൽ വോളിയം 1100 തൊട്ട് 1200 ml ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഈ ചാപ്റ്ററിന്റെ ഈ സെഷനിൽ വി ഹാഡ് ഡിസ്കസ്ഡ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് വി ഹാഡ് ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട്? We had discussed about mechanism of inspiration and expiration, also about 2 volumes, that is tidal volume and residual volumes. So ഇത്രേ നമ്മൾ ഇന്ന് പറയുന്നുള്ളൂ, ഈ സെഷനിൽ പറയുന്നുള്ളൂ. നെക്സ്റ്റ് സെഷനിൽ we will be continuing with the rest of the topic, rest of the chapter ടോപ്പിക്കിലോട്ട് പോവും. And thank you, have a happy learning. Exams ഒക്കെ വരാൻ പോവാണ്. Do well in your exams and do well in your studies as well. So thank you, bye.